ഒട്ടുകായ കൊണ്ട് റബ്ബർ വെട്ടി പട്ടിച്ചോടൊന്നും അല്ല കേട്ടോ. കുറെ പേരോട് ചോദിച്ചായിരുന്നു റബ്ബർ വെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു. സംഭവം ഇങ്ങനെയാണ്, പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് വെട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ ചീരട്ടാമലിലെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് കേട്ടോ റബ്ബർ എന്ന് പറയുന്നത്. ആ കാണുന്ന പൊന്തക്കാളം എടുത്ത് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ എന്തിച്ചപ്പോഴേക്കും എടുത്തിയാട് ഓടുകയാണേ. അമ്മാരി ഓട്ടോടി മരത്തിന് മുകളിൽ കയറി വെച്ചിട്ട് ധൈര്യം വീട്ടിൽ കിട്ടിയവരെ അവിടെ ഇതിടെ എന്നെ ഒരു നോട്ടം. ആദ്യം ഞാൻ വിചാരിച്ചു ഒറ്റ കറങ്ങണ്ടായിരിക്കുന്നു, പക്ഷെ ടീംസ് ഇപ്പുറത്ത് ഉപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറഞ്ഞ സ്ഥിര അതിഥികളാണ്. രണ്ടെണ്ണം റാംബോക്കിക്കൊണ്ട് നടക്കുന്ന സ്ലോ മോഷൻ അടിച്ച് കിടക്കുന്നുണ്ടോ. അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റത്തില്ല, പറന്നു പോകും. അങ്ങനെ ഏറുപാടത്തിന്റെ 2ാം ദിവസം കേട്ടോ. ഇന്ന് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല. മരം പോയി വെട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കിളികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള തീറ്റ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊട്ട് തലേന്താണെങ്കിലും പക്ഷികൾക്ക് ബിരിയാണിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിന് ലേശം ഉള്ളിയോടെയും കൂടെ കേട്ടോ ചോദിച്ചു. നമ്മുടെ പറമ്പിൽ മയിലും കാട്ടുകോഴിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അവർക്കൊക്കെ തിന്നായിട്ട് കൊടുക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളിപ്പോഴേ പക്ഷികൾക്ക് ഇതിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഏറുവാണം സെറ്റാകുമ്പോഴേക്കും അതിൻ്റെ ചുറ്റും പക്ഷികളും വന്നിരിക്കണം എന്നുള്ള ആഗ്രഹം നേരത്തെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പറമ്പിനകത്ത് പകരം അകലപ്പാടിൽ പക്ഷി കത്തിരിക്കുക അല്ലെങ്കിൽ എന്തോ പറ്റിയിരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തുനിന്നപ്പോഴുള്ള കാര്യം മനസ്സിലായി. ഇതിനാണ് നാച്ചുറൽ വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ തലച്ചോറ് കണ്ണിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ചീർട്ടവലിൽ മൊത്തം കുറുക്കന്മാരുണ്ടെങ്കിലും കുറുക്കൻകോളി എന്നുള്ള പേര് വേണം ഞങ്ങളുടെ ഭാഗത്തോട്ടാട്ടോ. ഏത് പാട്ട് പഞ്ചായത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഭരണം തിരുത്താനുണ്ടെങ്കിൽ കുറുക്കൻകോളിലേക്ക് ഒരു 150 മീറ്റർ പാസ്സാകും കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം കേട്ട് 150 മീറ്റർ ആണിത്. അമ്മച്ചിനെ കാണാൻ ചെന്നപ്പോ എന്നാ കഴിച്ചെന്ന് വെച്ചേട്ടോ. അപ്പൊ അമ്മച്ചി പറഞ്ഞാണ് ഉണ്ട ഒഴുങ്ങിയത്. കൊഴുക്കട്ടയാണ് അമ്മച്ചി ശരിക്കും ഉദ്ദേശിച്ചേട്ടോ. ട്രീ ഹെഡിനെ അതിന് ചുറ്റുള്ള ഭാഗത്തിനും പർദീസിയാക്കണം എന്റെ ആഗ്രഹം. അതുകൊണ്ട് പേരും അങ്ങനെ ആക്കി. ഈ കാണുന്ന മുളയെടുക്കാൻ പോയപ്പോ ഇങ്ങനെ മുളയെടുത്ത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, മുളേന്റെ ഉള്ളിരുന്ന് പാലൊടിച്ച് വെള്ളമെല്ലാം കൂടെ എന്നെ മേത്തോടെ വേണയാ. പിന്നെ ഇനി ഒന്നും നോക്കിയിട്ട് അറിയില്ല. അളവ് പ്രത്യേകത വെച്ചിട്ട് കയറും കെട്ടി തൂണ് നാട്ടിന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേ ഉള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിയിട്ട് കല്ല് വെച്ച് താഴിട്ടേ ഉള്ളൂ. അല്ലാണ്ട് തൂണിനെ ബലം വരുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഇട്ട പുട്ട കിളികൾ കണ്ണിലധികം ശ്രദ്ധ പെട്ടിട്ടില്ല. അപ്പം മുറ്റത്ത് എപ്പോഴും കിളികൾ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധ മാറ്റാൻ വേണ്ടി മുറ്റത്ത് അരിവിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ നമുക്ക് അധികം നേരം കഴിഞ്ഞില്ല. നമ്മുടെ ആദ്യത്തെ 2 അതിഥികൾ വന്നത് കേട്ടോ. കാട്ടുവഴി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പുട്ട് കഴിച്ചുകൊണ്ടിരിക്കും. വീഡിയോ എടുത്തപ്പോഴും വിചാരിച്ചായിരുന്നു അധികം അടുത്തോട്ട് പോകണ്ടാന്ന്. എന്നാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വെച്ചാൽ അടുത്തോട്ട് പോയപ്പോഴും കാട്ടുവഴിയെല്ലാം കൊണ്ട് ഓട്ടം കേട്ടോ. നമ്മുടെ പറമ്പിൽ നമ്മൾ ക്ഷണിക്കാണ്ട് വരുന്ന കൂട്ടുകാർക്ക് ഫുഡ് മാത്രം കിട്ടിയാൽ പോരാട്ടോ. വെള്ളം കൂടെ കിട്ടട്ടെ വിചാരിച്ചു വെള്ളം വെച്ചു കൊടുത്തു.